അടിമയായിരുന്ന കറുകറുത്ത ബിലാലിനെ ശ്രേഷ്ഠനാക്കിയത് ഇസ്ലാമാണ്. അങ്ങനെ തുടങ്ങി പല അടിസ്ഥാനത്തിൻ്റെ പേരിലും ആളുകളെ മാറ്റി നിർത്തിയിട്ടുണ്ട്, വേർതിരിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. ഏറെ സ്നേഹധനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അതോടൊപ്പം ഈ ഒരു ശബ്ദം കേൾക്കുന്ന മറ്റു ഇതര മതസ്ഥരെ, മനുഷ്യൻ്റെ വിഷയത്തിൽ ഇന്ന് ലോകത്ത് പലപ്പോഴും ശരിയായ വിധത്തിലുള്ള ആദരവ് നൽകാത്ത കാലഘട്ടത്തിലാണ്. ഒരു നായയേക്കാൾ മനുഷ്യന് പ്രാധാന്യമില്ലാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. നായയെ കൊന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മൃഗത്തിൻ്റെ വിഷയത്തിൽ പോലും മനുഷ്യരെ തല്ലിക്കൊല്ലുന്നു, മനുഷ്യരെ ഇല്ലായ്മ ചെയ്യുന്നു, വധിക്കുന്നു. മനുഷ്യൻ്റെ വിഷയത്തിൽ ഒരു ആദരവോ ബഹുമാനമോ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ ഇന്ന് പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ജാഹിലിയത്തിലൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനൊക്കെ മുമ്പ് പരസ്പരം നിസാര വിഷയങ്ങൾക്ക് വേണ്ടി പോരടിക്കുന്ന ഒരു സമൂഹം കഴിഞ്ഞുപോയി. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനവും ഇസ്ലാമിൻ്റെ ആഗമനവുമെല്ലാം. ആദരവും ബഹുമാനവും മനുഷ്യർക്ക് പരസ്പരം ഉണ്ടാകണം എന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം. നമ്മൾ മറ്റിതര മതസ്ഥരുടെ ആ വിഷയങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ പലപ്പോഴും മേൽജാതി, കീഴ്ജാതി, അതുപോലെ തന്നെ കീഴ്ജാതിയിലൂടെ ആളുകൾ നടന്നുപോയ വഴിയിലൂടെ നടക്കാതിരിക്കുക, അല്ലെങ്കിൽ മേൽജാതിയുള്ള ആളുകൾ നടക്കുന്ന സമയത്ത് അവിടെ കീഴ്ജാതിയിലുള്ള ആളുകൾ കാണാതിരിക്കുക, ഇങ്ങനെ തുടങ്ങി വലിയ രൂപത്തിലുള്ള മനുഷ്യരെ ആദരിക്കാത്ത, ബഹുമാനിക്കാത്ത, പരസ്പരം സ്നേഹിക്കാത്തൊരവസ്ഥ പോലും ഇന്നുപോലും നിലനിൽക്കുന്നു എന്നാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടൊരു വാർത്തയിൽ സെക്രട്ടേറിയറ്റ് ജീവനക്കാരനു പോലും ഉണ്ടായ ദുരനുഭവത്തെക്കുറിച്ച്, ജാതിയുടെ വിഷയത്തിൽ, വർഗത്തിൻ്റെ വിഷയത്തിൽ പോലും ഉണ്ടായ പ്രയാസങ്ങളെക്കുറിച്ച് അദ്ദേഹം തുറന്നു പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. അവിടെയാണ് ഇസ്ലാം കൃത്യമായ കാഴ്ചപ്പാട്. മനുഷ്യനെന്ന് പറഞ്ഞാൽ അത് ജാതിമത വ്യത്യാസങ്ങൾക്കപ്പുറമായിക്കൊണ്ട് ഇസ്ലാം കൃത്യമായ കാഴ്ചപ്പാടുകൾ നമുക്ക് നൽകുന്നുണ്ട്. മനുഷ്യനെ മനുഷ്യനായി കാണുക എന്നതാണ് ഏറ്റവും പ്രധാനം. മനുഷ്യൻ്റെ നിറമോ വംശമോ ഭാഷയോ സമ്പത്തോ ജാതിയോ ഗോത്രമോ ദേശമോ ഒന്നുമല്ല. മനുഷ്യൻ്റെ മൂല്യത്തെ നിർണ്ണയിക്കുന്ന മാനദണ്ഡമെന്നുള്ളത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ നന്മകളെയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ മനുഷ്യനായി കാണാൻ നമുക്ക് സാധിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ കാണാം, വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്നാണ്. അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. ലോകത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ജാതിയോ മതമോ വർഗമോ ഗോത്രമോ ഒന്നും നോക്കിയിട്ടല്ല, മനുഷ്യ കുലത്തെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ മനുഷ്യന് അള്ളാഹു മറ്റു ഇതര ജീവികളിൽ നിന്ന് നൽകുന്ന വലിയ ശ്രേഷ്ഠതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ആയത്തിൻ്റെ അവസാനത്തിൽ, സൂറത്തു ഇസ്രാഇൻ്റെ 70-ാമത്തെ ആയത്താണ്. എൻ്റെ ശബ്ദം കേൾക്കുന്നവർ ഈ ആയത്തിനെ ഒന്ന് പരിശോധിക്കണം. അത് ഇതര മതസ്ഥരാണെങ്കിലും ഈ ആയത്തിനെ നിങ്ങളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇസ്ലാം മനുഷ്യർക്ക് നൽകുന്ന പ്രാധാന്യം എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വഫല്ലൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീല. അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, മറ്റു ഇതര സൃഷ്ടികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യരെ പ്രത്യേകമാക്കി അവർക്ക് ഫളലുകൾ നൽകി, ശ്രേഷ്ഠതകൾ നൽകി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ പഠിപ്പിക്കുന്നത്. എന്നാൽ മനുഷ്യ ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കുന്ന പല മതങ്ങളുടെയും ആചാരങ്ങളും വിശ്വാസങ്ങളും നോക്കുമ്പോൾ ജാതിയുടെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, വംശപരമ്പരയുടെ പേരിൽ, അങ്ങനെ തുടങ്ങി പല അടിസ്ഥാനത്തിൻ്റെ പേരിലും ആളുകളെ മാറ്റി നിർത്തിയിട്ടുണ്ട്, വേർതിരിച്ചിട്ടുണ്ട്. ചില മതാചാരങ്ങളിലാകട്ടെ ജന്മം കൊണ്ട് തന്നെ ഉയർന്നവരും താഴ്ന്നവരും, സ്പർശിക്കാൻ പാടില്ലാത്തവർ, അകറ്റി നിർത്തേണ്ടവർ, എന്നിങ്ങനെ തുടങ്ങി പല രൂപത്തിലുള്ള കാറ്റഗറികൾ പോലും പല വിശ്വാസ ആചാരങ്ങളിലും ഉണ്ട് എന്നതാണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അവിടെയാണ് ഇസ്ലാം ഒരു വിപ്ലവമായി എത്തുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അവസാനത്തെ പ്രസംഗത്തിൽ, വിടവാങ്ങൽ പ്രസംഗമെന്ന് പറയുന്ന ഒരു പ്രസംഗത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ലോകർക്ക് മാതൃകയായി വന്ന പ്രവാചകൻ, നമുക്ക് പഠിപ്പിച്ചു നൽകണം, ലാ ഫദ്ല ലി അറബിയിൻ അല അജമി. ഒരു അറബിക്ക് അനറബിയേക്കാൾ ശ്രേഷ്ഠതയില്ല. വലാ ലി അജമി അല അറബി. ഒരു അനറബിക്ക് അറബിയേക്കാളും ശ്രേഷ്ഠതയില്ല.
ഒരു വെളുത്തവന് കറുത്തവനേക്കാളുമോ കറുത്തവന് വെളുത്തവനേക്കാളുമോ ശ്രേഷ്ഠതയില്ല. എപ്പോഴാണ് ശ്രേഷ്ഠതയുണ്ടാകുന്നത്? ഇല്ലാ ബിത്തഖ്വാ, ഹൃദയത്തിൽ നല്ല തഖ്വയും സൂക്ഷ്മതയും നന്മകളും നിറഞ്ഞ മനുഷ്യനാണോ അവനാണ് അള്ളാൻ്റെ അടുത്ത് ശ്രേഷ്ഠനായിട്ടുള്ളവൻ, അവനാണ് നല്ലവൻ, അവനാണ് പുണ്യവാളൻ, അവനാണ് മുന്തിയവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അന്നാസു മിൻ ആദമി വ ആദമു മിൻ തുറാബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനം പറഞ്ഞ വാചകമാണ്. അതായത് മനുഷ്യർ മുഴുവൻ, അത് ഹിന്ദുവാകട്ടെ, മുസ്ലിമാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, ആരുമാകട്ടെ, അവരെല്ലാം അവരുടെ തുടക്കമെന്നുള്ളത് ആദമെന്ന് പറയുന്ന പിതാവിൽ നിന്നാണ്. എന്നാൽ ആദമോ മിൻ തുറാബ്, മണ്ണിൽ നിന്നാണ്. എന്നുവച്ചാൽ സഹോദരന്മാരെ, ഞാനും നിങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ മണ്ണോട് മണ്ണു ചേരേണ്ടവരാണ്, നാളെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ കുലമഹിമ പറഞ്ഞുകൊണ്ടോ വലിയ സമ്പത്തിൻ്റെ ഉടമയാണെന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ജന്മം കൊണ്ട് തന്നെ ഉന്നതനാണ് എന്ന് പറഞ്ഞതുകൊണ്ടോ ഒരു കാര്യവുമില്ല. നമുക്ക് വേണ്ടത് നമ്മുടെ ഹൃദയത്തെ നന്നാക്കുക എന്നതാണ്. ഇസ്ലാം അത് പഠിപ്പിക്കുന്നുണ്ട്. ജാതിയുടെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, ഗോത്രത്തിൻ്റെ പേരിൽ അകറ്റി നിർത്തേണ്ടവരോ മാറ്റി നിർത്തേണ്ടവരോ ഇകഴ്ത്തപ്പെടേണ്ടവരോ അല്ല മനുഷ്യർ. മറിച്ച് മനുഷ്യരെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും ഇസ്ലാം നമുക്ക് കൃത്യമായ കാഴ്ചപ്പാടുകൾ നമുക്ക് നൽകുന്നുണ്ട് എന്നത് തന്നെയാണ്. മാത്രമല്ല, ചരിത്രം വായിക്കുമ്പോൾ അടിമയായിരുന്ന കറുകറുത്ത ബിലാലിനെ ശ്രേഷ്ഠനാക്കിയത് ഇസ്ലാമാണ് അല്ലേ? അടിമയിൽ നിന്ന് മോചിതനായി ആ ബിലാൽ റളിയല്ലാഹു അൻഹു പിന്നീട് പരിശുദ്ധമായ കഅബാലയത്തിൽ വന്ന് ബാങ്ക് വിളിക്കുന്ന ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. കറുകറുത്ത ബിലാലിനെയും വെളുവെളുത്ത സൽമാനുൽ ഫാരിസിനെയും കൈ കൊടുത്തിട്ട് ഇവിടെ ആർക്കും വ്യത്യാസമല്ലട്ടോ, തൊലിവെളുപ്പിലല്ല കാര്യട്ടോ എന്നൊക്കെ പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി ഇസ്ലാമിൽ മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അവർക്ക് കൃത്യമായി അത് തൊലിവെളുപ്പിൻ്റെ വിഷയത്തിലല്ല, അല്ലെങ്കിൽ ഒരടിമയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയമല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ നന്മയാണ് എന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം. എത്ര വലിയ ഒരു തത്വമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ ഇസ്ലാമിനാണ് ഏറ്റവും നല്ല രൂപത്തിൽ മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്. സൃഷ്ടിച്ച സ്രഷ്ടാവിൻ്റെ അടുക്കൽ ആദരവ് ലഭിക്കാൻ വേണ്ടി പഠിപ്പിച്ചപ്പോൾ പോലും അല്ലാഹു സുബ്ഹാനഹു തആല പറയണ, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. നിങ്ങൾ അടിവരയിടേണ്ട പോയിന്റാണ്. അല്ലയോ ജനങ്ങളെ എന്നാണ്, വിശ്വാസികളെ എന്നല്ല, മുസ്ലിമീങ്ങളെ എന്നല്ല, മറിച്ച് ജനങ്ങളെ എന്ന് വിളിക്കുമ്പോൾ അതിലെല്ലാവരും പെട്ടു. ഇന്നാ ഖലഖ്നാക്കും, നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, മിൻ ദഖരിൻ വ ഉൻസ, അത് ഒരാണായി പെണ്ണായി, അങ്ങനെ രണ്ട് വിഭാഗമായിട്ട് സൃഷ്ടിച്ചിട്ടുള്ളൂ, ഒരാണ് അല്ലെങ്കിൽ ഒരു പെണ്ണ്. എന്നിട്ട് അള്ളാഹു പറയാണ് വജഅൽനാക്കും ശുഊബൻ വ ഖബായില, അള്ളാഹ് പറയാണ് ചില ഗോത്രങ്ങളായി, അതുപോലെ തന്നെ അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അള്ളാഹ് പറയാണ് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരണീയരാര്? അത് വെളുത്തവനോ കറുത്തവനോ എന്നല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാറ്റഗറി അല്ല, മാനദണ്ഡമല്ല അള്ളാഹു വച്ചത്, മറിച്ച് ഇന്ന അക്രമക്കും ഇൻദല്ലാഹ് അത്ഖാക്കും, നിങ്ങളിൽ സൂക്ഷ്മത പാലിച്ച് നന്മകൾ സുഹൃതങ്ങൾ ചെയ്ത് ജീവിക്കുന്ന, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരണീയർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഹുജറാത്തിൻ്റെ 13-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട തത്വമെന്നുള്ളത് മനുഷ്യനെ ആദരിക്കാനും ബഹുമാനിക്കാനും, അത് ഒരു അവിശ്വാസിയാണെങ്കിലും അവർക്ക് കൊടുക്കേണ്ട സ്ഥാനവും മാനവും കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഇന്നൊക്കെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ചില ആളുകൾ ചെയ്യുന്നത്, അമുസ്ലിമീങ്ങളെ കണ്ടാൽ കണ്ടടച്ചു വെച്ച് കൊല്ലണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നൊക്കെയാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണസമയത്ത് പോലും തൻ്റെ പടയെങ്കി ഒരു ജൂതൻ്റെ കയ്യിലായിരുന്നു പണയം വച്ചിരുന്നത്. അതുപോലെ തന്നെ അയൽവാസികൾ പലപ്പോഴും ക്രൈസ്തവരും അതുപോലെ തന്നെ ജൂതന്മാരുമായിരുന്നു എന്ന് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ കണ്ടടത്തു വെച്ച് കൊല്ലാനായിരുന്നുവെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ മൂല്യങ്ങൾക്ക് എതിരാണല്ലോ അത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യരെ ആദരിക്കാൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എന്നത് നിങ്ങൾ വിമർശകർ കൂടി മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി മുസ്ലിമീങ്ങളിലേക്ക് വന്നാൽ പോലും, ഇസ്ലാമിൻ്റെ കർമ്മങ്ങൾ എടുത്തു വച്ചാൽ പോലും, നിസ്കാരത്തിൻ്റെ സ്വഫ് നിൽക്കുന്ന വിഷയം മാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ പണക്കാരനുണ്ടാവും, പാവപ്പെട്ടവനുണ്ടാകും, രാജാവുണ്ടാകും, മന്ത്രിമാരുണ്ടാകും,
ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ടാകും. എല്ലാവരും ഒരേ സ്വഫിൽ നിൽക്കും. അവിടെ മുന്തിയ ആള് എന്ന നിലക്ക് പ്രത്യേക ഒരു സ്ഥാനമൊന്നും കൊടുക്കൂല. ഇനി ഹജ്ജിൻ്റെയും ഉംറയുടെയും കർമ്മങ്ങൾ എടുത്തു നോക്കുക. അവിടെ എല്ലാ തരത്തിലുള്ള ആളുകളും, പണമുള്ളവനും പാവപ്പെട്ടവനും വലിയ സമ്പത്തിൻ്റെ ഉടമയും പല രാജ്യങ്ങളുടെയും രാജാക്കന്മാരും നേതാവുമാരും അതുപോലെ തന്നെ വലിയ വലിയ സ്ഥാനങ്ങൾ നയിക്കുന്ന ആളുകളും എല്ലാവരും ഒരേ വസ്ത്രം ധരിച്ച് ഒരേ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് ഒരേപോലെ കർമ്മങ്ങൾ ചെയ്യുന്ന വേളയാണ് ഹജ്ജ് എന്നുള്ളത്. അവിടെ ഒരിക്കലും ഒരു ഗോത്രമോ ഒരു നാടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രത്യേകമായ ഒരു സ്ഥാനമാനങ്ങളോ ഒന്നും ഒരാൾക്ക് നൽകുന്നില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ മരിക്കുന്ന സമയത്തോ ഖബർ എന്നത് എല്ലാവർക്കും ഒരുപോലെയല്ലേ? ഓരോ നാട്ടിലെയും ചര്യകൾ വ്യത്യാസമുണ്ട് എന്നതല്ലാതെ എല്ലാവരും പോകേണ്ട സ്ഥലം ഒന്നാണ്. എല്ലാവരും പോകുന്നത് ഒരേപോലെയാണ്. 3 കഷ്ണം തുണിയിൽ അത് ചിലപ്പോൾ ആ തുണിയിലുള്ള റേറ്റിൻ്റെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്നതല്ലാതെ ഈ മനുഷ്യൻ പോയി കിടക്കേണ്ട സ്ഥലം ഒന്നു തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ മാന്യ ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ പണമോ സമ്പത്തോ സ്ഥാനമാനങ്ങളോ കുലമഹിമകളോ അങ്ങനെ ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുകയില്ല. ആദരവ് ലഭിക്കേണ്ടത് മനുഷ്യനാണ്. മനുഷ്യന് കൃത്യമായ ആദരവും ബഹുമാനവും നൽകണം. ഇവിടെ ഒരു മനുഷ്യനേക്കാൾ നായയ്ക്ക് സ്ഥാനം കൊടുക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ ഈ ഇസ്ലാം ഇടപെടുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്നത് അത് ഏതു മനുഷ്യനാണെങ്കിലും ശരി, മറ്റു ഇതര ജീവികളെക്കാൾ മനുഷ്യന് സ്ഥാനമുണ്ട് എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ആ മനുഷ്യന് ആദരവ് ലഭിക്കുന്നതപ്പോൾ അവൻ നന്മകൾ ചെയ്യുമ്പോഴും സുഹൃതങ്ങൾ ചെയ്യുമ്പോഴും നല്ല മനുഷ്യനായി ജീവിക്കുമ്പോഴുമാണ്, അവൻ്റെ ഹൃദയം നന്നാകുമ്പോഴാണ് എന്ന് പ്രത്യേകം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു ഹദീസ് ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നല്ലാഹ തആല ലാ യൻദുറു ഇലാ സുവരിക്കും വ അംവാലിക്കും വലാകിൻ ഇന്നമാ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, നിങ്ങളുടെ രൂപത്തിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്തിലേക്കോ അല്ല അല്ലാഹു നോക്കുന്നത്, മറിച്ച് നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കുമാണ്. അതുകൊണ്ട് പ്രവർത്തനങ്ങൾ നന്നാക്കുക, ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്നതാണ് പ്രധാനം. അവിടെയാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യവും സ്നേഹവും ആദരവും ലഭിക്കുന്നത് എന്നത് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മുടെ മറ്റു ഇതര ജീവികളെക്കാളും ആദരവ് ലഭിക്കേണ്ടവനാണ്. ഇസ്ലാം ആദരവ് നൽകുന്നുണ്ട്. മറ്റു ഇതര മതസ്ഥരുടെ വിശ്വാസങ്ങൾക്കപ്പുറം എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാനും അവരെ ആദരിക്കാനും ബഹുമാനിക്കുവാനുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് മനുഷ്യനെന്ന ഒരു മനുഷ്യനായി ജനിച്ചു എന്നതുകൊണ്ട് ആ മനുഷ്യനെ ആദരിക്കണമെന്നുകൂടി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ആദരിച്ചിട്ടുണ്ട്. സ്രഷ്ടാവ് ആദരിച്ചിട്ടുണ്ടെങ്കിൽ സൃഷ്ടികൾ ഏതായാലും മനുഷ്യർ പരസ്പരം ആദരിക്കണം, ബഹുമാനിക്കണം എന്ന് തന്നെയാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് കൃത്യമായി ഈ ഇസ്ലാമിൻ്റെ തത്വങ്ങളെ, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ അടുത്തറിയുന്നവർക്ക് ഇസ്ലാമിൻ്റെ മനോഹാരിതയെ തിരിച്ചറിയാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കൃത്യമായി മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.